അപ്പോഴേ റാഗിനെ പൊടിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ചെറു ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പ് ഇട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഇതാദ്യം ഒന്ന് കുഴച്ചെടുക്കാം. സേമിയനെ നല്ല കുഴച്ച് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഒരു 3 മിനിറ്റ് ശേഷമേ നമുക്കിത് പുട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഒന്ന് സോഫ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ റാഗി സേമിയ നല്ലപോലെ കുതിർന്ന് റെഡിയായി വന്നു. ഇനി പുട്ടുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഒന്ന് പുട്ടുണ്ടാക്കി നോക്കാം. ഇനി നമുക്ക് സാധാരണ പുട്ടും കുറ്റിയിലോട്ടിട്ട് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്ത് നല്ല റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് എത്ര മിനിറ്റ് ഇരിക്കണം എന്നറിയത്തില്ല. പക്ഷേ സാധാരണ പുട്ടിൻ്റെ വേവാണോ എന്നറിയത്തില്ല. എന്നാലും സാധാരണ പുട്ടിന് നല്ല സ്മെല്ല് വരും വെന്ത് കഴിയുമ്പോൾ. അതുപോലെ ഉണ്ടാവുമെന്നായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആവി വറക്കുന്ന സേമിയ റാഗി പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സേമിയ റാഗി പുട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സീ യു.